മെമ്പറെ, നമ്മളിങ്ങനെ ഒരേ പ്രാവശ്യം വട്ടം കൂടിയിരുന്ന് വർത്താനം പറഞ്ഞുകൊണ്ട് ഒരു കാര്യമില്ല. കുറെ നാളായിട്ട് പുലിയുടെ ശല്യം ഇല്ലാണ്ടായപ്പോ തീർന്നെന്ന് കരുതിയതാ. അതെ, ഇതിപ്പോ ആടിനെയും കോഴിയൊന്നുമല്ല, വീണ്ടും മനുഷ്യനെ തന്നെയാ കൊണ്ടുപോയേക്കുന്നത്. ഇതിപ്പോ നമ്മൾ എന്നാ ചെയ്യാനാ? ഫോറസ്റ്റുകാരെല്ലാം ചെയ്തോളാം പറഞ്ഞിട്ടല്ലേ പോയത്. ബെസ്റ്റ്. കഴിഞ്ഞ പ്രാവശ്യം റേഞ്ചറുടെ മോനെ പുലി കൊണ്ടുപോയപ്പോ ഇത് തന്നെയാ പറഞ്ഞത്. അവരെ കൊണ്ട് ഒരു ഒലക്കെ നടക്കൂലെന്ന്. നിങ്ങളൊന്ന് സമാധാനമായിട്ടിരിക്കേ, നമുക്ക് ക്ഷമയോടെ കാര്യങ്ങൾ നീക്കാം. എന്നാ പിന്നെ സമാധാനത്തിന്റെ മാർഗത്തിൽ പുലിക്കൊരു കത്തെഴുതാം. എന്റെ പുലിക്കുട്ടാ, നീ കുഴപ്പമൊന്നും ഉണ്ടാക്കരുത്, നമുക്ക് സമാധാനത്തിന്റെ മാർഗത്തിൽ സഞ്ചരിക്കാന്നും പറഞ്ഞു. അല്ല പിന്നെ ജംബു പറഞ്ഞാലും കാര്യമുണ്ട്, നമുക്ക് ഉടനെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഇരിക്കെ. ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ എന്ന നിലയ്ക്ക് ഞാനൊരു ഐഡിയ പറയാം. ഇത്തിരി റിസ്ക്കാ. നമുക്കൊരു വേട്ടക്കാരനെ കൊണ്ടുവന്നാലോ? മെമ്പറെ, അതൊക്കെ വലിയ നിയമ പ്രശ്നമാണ്. മെമ്പർ അകത്തു പോയി കിടക്കേണ്ടി വരും. വന്യജീവികളെ കൊല്ലാൻ പാടില്ലെന്നാണ് നിയമം. അതിന് കൊല്ലണമെന്ന് ആര് പറഞ്ഞു? പിടിച്ചാ മതി, നല്ല കെണി വെച്ച് പുലിയെ പിടിച്ചാ മതി. അതിനിപ്പോ വേട്ടക്കാരെയൊക്കെ എവിടെ കിട്ടാനാ മെമ്പറെ? ഇനി അഥവാ കിട്ടിയാൽ തന്നെ അവർക്കുള്ള ചെലവും കാശും ഒക്കെ എങ്ങനെ കണ്ടെത്തുന്ന? നമ്മളെല്ലാരും കൂടി പിരിച്ചു കൊടുക്കണം. പിന്നെ പഞ്ചായത്തിന്റെ ഫണ്ടിൽ നിന്ന് കുറച്ച് എമൗണ്ട് ഞാനും അറേഞ്ച് ചെയ്യാം. കാശിന്റെ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കണ്ട, അത് എത്രയാണേലും ഞാൻ മുടങ്ങി.